തകഴിയുടെ അതിപ്രശസ്തമായ നോവലാണ് തോട്ടിയുടെ മകൻ. ഇത് തോട്ടിയുടെ മകന്റെ ഒരു റിവ്യൂവോ വിശദീകരണ വീഡിയോയോ അല്ല. എന്റെ കേവലമായ വായനാനുഭവം മാത്രമാണ്. കഥകൾ ചരിത്രത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഇത് കേവലം പഴയകാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചിലതിന്റെ അടയാളപ്പെടുത്തൽ മാത്രമല്ല. ഇതിന്റെ സാർവകാലികമായ പ്രാധാന്യം ഇതിലൂടെ കടന്നുപോയാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ചരിത്രത്തിൽ തന്നെ തെളിമയോടെയുള്ള അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ പോയ മനുഷ്യരുടെ ലോകമാണത്. അവിടെ നിന്നാണ് ഈ കഥ അദ്ദേഹം തോറ്റിയെടുക്കുന്നത്. ഇത് 3 തലമുറകളുടെ കഥയാണ്. 3 തലമുറകളുടെ എന്ന് പറയാമെങ്കിലും പ്രധാനമായും ചുടലമുത്തുവിന്റെ കഥയാണ്. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ചുടലമുത്തുവിന്റെ അച്ഛന്റെയും മകന്റെയും കഥകൾ, അവരുടെ ജീവിതം ഒക്കെ പറഞ്ഞു വരുന്നു. തോട്ടിപ്പണിക്ക് പുറത്ത് ഒരു ജീവിതം സ്വപ്നം കാണാത്ത, തന്റെ ജോലി പിന്തുടർച്ചയായി മകന് കൈമാറിയതിൽ സന്തോഷിക്കുന്ന, ആ ജോലി മകന് കൊടുക്കാൻ കൈക്കോല് കൊടുക്കുന്ന ഇശക്കുമുത്തുവിലാണ് കഥ തുടങ്ങുന്നത്. ചുടലമുത്തുവിന്റെ പ്രാധാന്യം കഥയിൽ ആരംഭിക്കുന്നത് ഈ ഇശക്കുമുത്തുവിന്റെ മരണത്തോടെയാണ്. ഒരിക്കലും തോട്ടിയാവാൻ ആഗ്രഹിക്കാത്ത ചുടലമുത്തു അതിന് നിർബന്ധിതനാകുന്നു. എങ്കിലും ആ പണിയിൽ നിന്ന് തന്നെ ഉയരാമെന്ന പ്രതീക്ഷയിൽ അവൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഒരു തുള്ളി വെള്ളം കൊടുക്കാനാവാതെ മരണപ്പെട്ട അപ്പന്റെ മൃതദേഹം അടക്കം ചെയ്യാനുള്ള മുതല പോലും അവന്റെ പക്കലില്ലായിരുന്നു. ചുടലമുത്തുവിന്റെ കുറ്റബോധത്തിന്റെ അന്തർധാര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പണിയുടെ ആദ്യ ദിവസത്തിന്റെ ദേഷ്യവും അതിൽ നിന്ന് ഉരുവായ വികാരങ്ങളും ആ ഫ്രസ്ട്രേഷനും ഒക്കെയാണ് തന്റെ അപ്പനെ കൊന്നത് എന്നവൻ വിശ്വസിച്ചു. എന്നാൽ പുറത്ത് ആ കാര്യം അദ്ദേഹം പറയുന്നതേയില്ല. ഈ മറച്ചു വെച്ചുള്ള സ്വയം രക്ഷപ്പെടലിന്റെ ടൈപ്പ് ഓഫ് നിഴൽ ഈ നോവലിൽ ഉടനീളം ചുടലമുത്തുവിനെ പിന്തുടരുന്നുണ്ട്. ചുടലമുത്തു തന്റെ പണിക്ക് കയറിക്കഴിഞ്ഞ് ആളുകൾക്ക് അവനൊരു അത്ഭുതമായിരുന്നു. അവൻ മെനക്കി നടന്നു, മുഖം മിനുക്കി, കള്ളു കുടിച്ചില്ല, സമ്പാദിച്ചു. അതൊരു തോട്ടിയുടെ ധിക്കാരമായി പലയിടത്തും വ്യാഖ്യാനിക്കപ്പെട്ടു. ചുടലമുത്ത് കൂടുതൽ അറിവുള്ളവനാണെന്ന ധാരണ കൂട്ടത്തിനുള്ളിൽ പരന്നു. നടക്കാതെ പോയ യൂണിയൻ അവന്റെ മുൻകൈയിൽ നിലവിൽ വന്നു. അപ്പോഴും തനിക്കതിൽ മേൽക്കൈ ഉണ്ടാവും തുടങ്ങിയ ചിന്തകളാണ് അവന്റെ വിചാരങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ സംഘടന തോട്ടിക്കും ഇവിടെ സ്ഥാനമുണ്ടെന്ന് പറയുന്നു അയാൾ കേൾക്കുന്നു. അയാൾ മനസ്സിലാക്കി ആ സംഘടന തോട്ടിപ്പണിയെ ഇവിടെ ഉറപ്പിച്ചു നിർത്താനേ ഉതകൂ എന്ന്. ചുടലമുത്തു പെട്ടെന്ന് തന്നെ യോഗത്തിൽ നിന്നും പിരിയുകയാണ്. കാരണം അവനൊരു തോട്ടിയായി തുടരേണ്ടതില്ലായിരുന്നു. സംഘടന ഉണ്ടാക്കിയതിൽ അധികാരവർഗത്തിന്റെ ചോദ്യം ചെയ്യലിൽ ചുടലമുത്തു ഒരു വർഗവഞ്ചകന്റെ വേഷമാണ് പിന്നീട് അണിയുന്നത്. അവൻ അവിടെ നിന്നൊരു ഒറ്റുകാരനായി മാറുന്നു. യൂണിയൻ നശിപ്പിക്കാനുള്ള അവരുടെ ആയുധമാക്കി അവർ ചുടലമുത്തുവിനെ മാറ്റുന്നു. വീടും പറമ്പും എന്ന സ്വപ്നത്തിനു വേണ്ടി അവൻ പ്രസിഡന്റിനെ തന്നെ സമ്പാദ്യം ഏൽപ്പിക്കാൻ തയ്യാറാകുന്നു. ചുടലമുത്തുവിന്റെയും അധികാരവർഗത്തിന്റെയും ശ്രമഫലമായി യൂണിയൻ തകരുന്നു. യൂണിയൻ നേതാവിനെ ഒരു ബലാത്സംഗ കേസിൽ പെടുത്തി ഒതുക്കുന്നു. ഒരു ഡമ്മി യൂണിയൻ പുനർനിർമ്മിച്ച് അവർ അതിന്റെ അധികാരം ഏറ്റെടുക്കുന്നു. ഇവിടെ ഒന്നും ചുടലമുത്തുവിൽ ഒരു കുറ്റബോധം നമുക്ക് കാണാനാവുന്നില്ല. തോട്ടിയെന്ന ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടൽ എന്ന ദൗത്യത്തിൽ മാത്രമാണ് ചുടലമുത്തു ആകെ ശ്രദ്ധിക്കുന്നത്. തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എതിരെ വരുന്നവരെയൊക്കെ അവൻ ഒരു ധാർമ്മികതയില്ലാതെ തച്ചൊടുക്കുകയാണ്. പിന്നീട് ചുടലമുത്തു തന്റെ ദൗത്യത്തിന്റെ പങ്കാളിയായി തന്നെ വള്ളിയെ തിരഞ്ഞെടുക്കുന്നു. അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നത് പോലും നിനക്ക് വേണ്ടിയാണ് ഞാൻ വീടും പറമ്പും വാങ്ങിയതെന്ന് പറഞ്ഞാണ്. എന്നാൽ ഉടൻ തന്നെ അതിലെ തെറ്റ് മനസ്സിലാക്കി ചുടലമുത്തു തിരുത്തുന്നു. നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നു. അവർ പിന്നീട് വിവാഹിതരാവുന്നു. കുറഞ്ഞ ദിവസങ്ങളിലെ തനിക്ക് ജീവിതം ആസ്വദിക്കാനുള്ളൂ എന്നും അതിനുശേഷം ഇനിയും ജനിക്കാത്ത കുട്ടികളെ വളർത്താൻ വേണ്ടി ഒത്തിരി അധ്വാനിക്കണമെന്നും വള്ളിയോട് പറയുന്നു. അതിന്റെ അർത്ഥം പിന്നീടാണ് വള്ളി മനസ്സിലാക്കുന്നത്. ആദ്യ ദിനങ്ങളിലെ യാത്രയിൽ അവൻ അവളെ തോട്ടികളുടെ അല്ലാത്തൊരു ലോകം കാട്ടിക്കൊടുക്കുന്നു. അവളെ മറ്റുള്ളവരിൽ നിന്നും അവളുടെ ഏക സ്വന്തക്കാരിയായ വല്യമ്മയിൽ നിന്നും ഒക്കെ അകറ്റുന്നു. വൈകിട്ട് നാമം ജപിക്കാനും കുളിച്ച് വൃത്തിയായി ഇരിക്കാനും നിർബന്ധിക്കുന്നു. എത്ര വൃത്തിയായാലും അവൻ അത് പോരായിരുന്നു. അവന്റെ ഉള്ളിലെ അപകർഷതയുടെ നാറ്റത്തിൽ നിന്ന് രക്ഷ നേടാൻ അവൻ ആപതും പരിശ്രമിച്ചു. ചുടലമുത്തുവിന്റെ ഉള്ളിലെ കുലംകുത്തിയ വള്ളി തിരിച്ചറിയുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ദയനീയമായി പരാജയപ്പെടുകയാണ്.
വസൂരി വന്ന് അവന്റെ കൂട്ടുകാരുടെ കുടുംബം ഛിന്നഭിന്നമാകുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഏക തോട്ടി അവനായിരുന്നു. തോട്ടികൾ ഒട്ടുമിക്കവാറും തീർന്ന് പുതിയ തോട്ടികളെ മറ്റു ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പുതിയ ചൂഷണകഥ ആരംഭിക്കുമ്പോൾ ചുടലമുത്തുവിന്റെ പ്രതിനായക വേഷം അവിടെ തന്നെയുണ്ട്. കടം കൊടുത്ത് പലരെയും നിശബ്ദരാക്കുകയാണവൻ. ചുടലമുത്തുവിന്റെ ചുടലമുത്തുവിനെ എക്കാലവും സഹായിച്ച, അവന്റെ ഉയർച്ചയിൽ രഹസ്യമായി സന്തോഷിക്കുന്ന അവന്റെ ഉറ്റ സ്നേഹിതൻ പിച്ചാണ്ടി യൂണിയൻ ഒരു അനിവാര്യതയാണെന്ന് മനസ്സിലാക്കുകയും അത് ആരംഭിക്കുകയും ചെയ്യുന്നു. ചുടലമുത്തു അവനുമായി തെറ്റാൻ ഒരു കാരണം കാത്തിരിക്കുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ പൂച്ചാണ്ടിയും ഒരു കുറ്റം ആരോപിച്ച്, അതായത് ഇവിടെ ഒരു മോഷണ കുറ്റം ആരോപിച്ച് അറസ്റ്റിലാക്കപ്പെടുന്നു. കൂട്ടത്തിലുള്ളവർ കുടുംബം നോക്കുമെന്ന് വാക്ക് തന്നതിനെ തുടർന്ന് അവൻ ഒളിവിൽ പോകുന്നു. ചുടലമുത്തുവിന്റെ ഏറ്റവും രാക്ഷസീയമായ മുഖം ഇവിടെയാണ് തെളിയുന്നത്. അതോ അവന്റെ വായിൽ നിന്ന് വന്ന് ഇതെല്ലാം കൈവിട്ടു പോയതാണോ എന്നറിയില്ല. അവന്റെ കൂട്ടുകാരന്റെ കുടുംബത്തെ സംരക്ഷിച്ച മറ്റു തോട്ടികൾക്കിടയിൽ അവന്റെ കൂട്ടുകാരൻ ഒരു മോഷ്ടാവാണെന്ന് പ്രചരിപ്പിച്ച് അയാളുടെ കുടുംബത്തെ ഛിന്നഭിന്നമാക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ വള്ളി ഇത് അറിയുമോ എന്ന ഭയം അയാളെ പിന്തുടരുന്നുണ്ട്. വൈകാതെ വള്ളി ഗർഭിണിയാവുകയും അവൾക്ക് അയാൾ മറ്റു മനുഷ്യർ ചെയ്യുന്ന പോലെയുള്ള പരിചരണം നൽകുകയും ചെയ്യുന്നു. അവളുടെ വയറ്റിലെ കുഞ്ഞ് അവൾക്ക് ഒരു ആജ്ഞാസ്വരം കൊടുക്കുന്നത് പോലെ അയാൾക്ക് തിരിച്ചറിവുണ്ടാവുന്നു. കുഞ്ഞിനെ മറ്റു തോട്ടികൾ ഉമ്മ വയ്ക്കുമെന്ന് അയാൾ ഭയപ്പെടുന്നു. ആ കുഞ്ഞിന് മോഹനൻ എന്നും മോമനപ്പെരായി ബേബി എന്നും പേരിടുന്നു. വക്കീൽ ഗുമസ്തന്റെ ഭാര്യ ആ പേര് കേട്ടപ്പോൾ ചിരിച്ച ചിരി അയാളെ വേട്ടയാടാൻ തുടങ്ങുന്നു. അവന്റെ അച്ഛൻ തോട്ടിയാണെന്ന് അറിയിക്കാതെ പൊന്നുപോലെയാണ് അവൻ ആ കുഞ്ഞിനെ വളർത്തുന്നത്. കൈക്കൂലി കൊടുത്താണ് ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നത്. കുട്ടി അമ്മ അറിയാതെ തെരുവ് കുട്ടികളുമായി സൗഹൃദം സൂക്ഷിക്കുന്നു. മകൻ സത്യം പറയുന്നതിന് മുമ്പേ ജോലി മാറാൻ ചുടലമെത്തു ഇപ്പോൾ വള്ളി പോലും ആഗ്രഹിക്കുന്നു. വീണ്ടും ഒരു മഹാമാരിക്കാലത്ത്, കോളറക്കാലത്ത് അവർ നാട് വിട്ടുപോകാൻ ഉറയ്ക്കുന്നു. പ്രസിഡന്റിന്റെ കയ്യിൽ താൻ ഏൽപ്പിച്ചത് തിരിച്ചു കിട്ടുമോ എന്ന വള്ളിയുടെ സംശയം ചുടലമുത്തുവിലേക്കും വ്യാപിക്കുന്നു. അവനൊരു ശ്മശാനം കാവൽക്കാരന്റെ ജോലി ലഭിക്കുന്നു. അവനതൊരു മോചനമായിരുന്നു തോട്ടിപ്പണിയിൽ നിന്ന്. എന്നാൽ ജീവിതത്തിന്റെ നിരർഥകതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു. ഒറ്റുകൊടുക്കലിന്റെ ചരിത്രം തന്റെ കുഞ്ഞിലേക്ക് നീളുമോ എന്ന ഭയം അവനെ ബാധിച്ചു തുടങ്ങി. തോട്ടിയുടെ മകൻ മാത്രമായി അവൻ തീരുമോ എന്ന സംശയം. ഒരു തോട്ടിയുടെ മകളെ മാത്രം അവന് കിട്ടുമോ എന്ന സംശയം. മോഹനൻ, ആ കുഞ്ഞ് കൂട്ടുകാരുടെ കൂടെ കറങ്ങി അമ്മയുടെ അടി പേടിച്ച് തിരിച്ചെത്തിയപ്പോൾ അവസാനമായി അവനെ ഒന്ന് തുറച്ചു നോക്കി അമ്മ മരണപ്പെടുന്നു. ശ്മശാനത്തിൽ അച്ഛന്റെ ശവം ദഹിപ്പിക്കാൻ ഒരുങ്ങുന്നു. കഥ ഇവിടെ എത്തുന്നതിന് മുമ്പേ താളുകൾ പറഞ്ഞു പോയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയത് ഇവിടെയാണ്. പൊന്നുപോലെ വളർത്തപ്പെട്ടിട്ടും രണ്ടുപേർ അവരുടെ സന്തോഷങ്ങളെല്ലാം ബലി കൊടുത്തിട്ടും എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞ് വീണ്ടും തോട്ടിയുടെ മകനാവാൻ പോകുന്നു. അവൻ തോട്ടിപ്പണി ചെയ്തു വളർന്നു, പിച്ചാണ്ടിയുടെയും സുന്ദരത്തിന്റെയും മക്കൾക്കൊപ്പം. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അവൻ കൂലി ചോദിക്കാൻ മടിയില്ലായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവർ ഒരുങ്ങി ബീഡി വലിച്ചും സൊറ പറഞ്ഞും സമയം പോക്കി. അവർക്ക് അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു. പുരോഗമന പ്രസ്ഥാനത്തിന്റെ പിൻബലമുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും തോട്ടികളെ പിരിഞ്ഞ് ചുടലമുത്തുവിനെ പറ്റിച്ച് പ്രസിഡന്റ് കെട്ടിപ്പൊക്കിയ രമ്യഹർമ്മ്യത്തിന് തീയിടാനുള്ള പ്രതികാരവാജ്ഞയും അവനുണ്ടായിരുന്നു. തോട്ടിയുടെ മകന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു ജനസമൂഹം അവനിലൂടെയും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പിടിയുണ്ടകൾക്ക് ചിന്നിത്തെറിക്കാനാകാത്ത ഒരു ജനസാഗരം. തോട്ടികളില്ലാത്ത നാളേക്കുള്ള ഒരു ചുവപ്പ് രാശി കരുതി വെക്കുന്നു. ആ അവസാനം ഒരു പ്രതീക്ഷയാണ്. ചുവന്ന നൂലിരകൾ പേറിയ അസ്ഥികൂടം അവസാന വാക്കല്ല. വെള്ളമെടുക്കാതെ മരിച്ച ചുടലമുത്തുവിന്റെ അച്ഛനാണോ? വഞ്ചിക്കപ്പെട്ട അനാഥരാക്കി പിന്നീട് ഛിന്നഭിന്നമാക്കിപ്പെട്ട ആ കൂട്ടുകാരന്റെ കുടുംബമാണോ? പൊന്നുപോലെ വളർത്തിയ തെരുവിലെറിയപ്പെട്ട മോഹനനാണോ? അവസാനത്തിൽ കണ്ടെടുക്കപ്പെട്ട വിപ്ലവകാരികളുടെ അസ്ഥികൂടമാണോ നെഞ്ചിൽ ആളിപ്പരുത്തതെന്ന് തീർച്ചപ്പെടുത്താനാവുന്നില്ല. ചുടലമുത്ത് പലയിടത്തും കുറ്റകരമായ നിസ്സംഗതയാണ് പുലർത്തുന്നത്. അവന്റെ അച്ഛന്റെ മരണം മുതൽ അത് ആരംഭിക്കുന്നു. എങ്ങനെയെങ്കിലും മുകളിൽ എത്താനുള്ള ത്വര, അതിന് വേറെ വരിയില്ലായിരിക്കാം അവന്. മോഹനന്റെ ബാല്യത്തിന് അവൻ കൊടുത്ത പൊലിമ അവനെ ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചമായി നോക്കിക്കാണാൻ പ്രേരിപ്പിച്ചിരിക്കാം. ചുടലമുത്തു ജീവിതത്തിൽ ഉയരാൻ നോക്കി പഠിക്കുന്നത് സമ്പന്നരായ ആളുകളെയാണ്. അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവനൊരു കുലദ്രോഹിയുടെ സ്വഭാവം വരുന്നത് സ്വാഭാവികം.
വിവാഹശേഷം വള്ളി ഐസൊലേറ്റഡ് ആയി കഴിഞ്ഞ് അവൾ വിചാരിക്കുന്ന പൈസയുള്ളവരുടെ വീടുകളിൽ സ്ത്രീകൾ അടിമകളായിരിക്കുമെന്നാണ്. ചുടലമുത്തുവിന്റെ മരണം അവന്റെ സമ്പാദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞതിൽ പിന്നെയാണ് സംഭവിക്കുന്നത്. തിരിച്ചറിയാവുന്നില്ലെങ്കിലും കുഞ്ഞിന് സ്കൂളിൽ നേരിടുന്ന വിവേചനങ്ങൾ, അവനെ സ്കൂളിൽ ചേർക്കാൻ പെട്ട പാട്, ജീവിതം ആസ്വദിക്കാതെ മകനെ വലിയവരാക്കാൻ അവർ ബലികഴിച്ച നിമിഷങ്ങൾ, എല്ലാത്തിനും ഒടുവിൽ തോട്ടിയാകേണ്ടി വന്ന മോഹനൻ. അടിസ്ഥാന വർഗത്തെ അധികാരം എങ്ങനെയെല്ലാം തലമുറകളോളം ചൂഷണം ചെയ്തിരുന്നു, എങ്ങനെ അവർ ഒറ്റുകാരെ ഉണ്ടാക്കിയെടുക്കുന്നു, എങ്ങനെ അവർ വഞ്ചന ആസൂത്രണം ചെയ്യുന്നു, അതെങ്ങനെ തലമുറകളോളം കൊണ്ടുപോകുന്നു, ഉയർന്ന ശബ്ദങ്ങളെ എങ്ങനെ നിശബ്ദരാക്കുന്നു. ഇതിനൊന്നും കാലത്തിന്റെ അതിരുകൾ ബാധകമല്ല. ഇന്ന് തോട്ടികളില്ല, പക്ഷെ ചൂഷകരും ചൂഷിതരുമുണ്ട്. വർഗവഞ്ചകരുണ്ട്. ഉയർച്ചയിലെത്താൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും അവസാനമെല്ലാം കൈവിട്ടു പോകുന്നവരുമുണ്ട്. രൂപവും ഭാവവുമേ മാറിയിട്ടുള്ളൂ. ചരിത്രത്തിന്റെ ഏതോ തുറകളിൽ മറച്ചു വെക്കപ്പെട്ടവരുടെ ശബ്ദമാണിത്. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ.